ഇച്ചിരി എന്താ എല്ലാം കഴിഞ്ഞിട്ട് സ്വസ്ഥമായിട്ടിരിക്കാനും ഏകാന്തമായിട്ടിരിക്കാനും കിട്ടുന്ന സമയമാണ് ലേറ്റ് നൈറ്റ്. ഒരു ശാലമൊക്കെ അടിച്ചിട്ടൊക്കെ ഇങ്ങനെ ഇരിക്കാൻ ഏകാന്തതയിൽ ഇരിക്കും. നമുക്ക് കുറേ ഏതാ ഈ മനസ്സിനെ അലിയാൻപ്പെടാം. അപ്പം അങ്ങനെ ലേറ്റായി ഇപ്പം ജോലി ഇല്ലാത്തതുകൊണ്ട് പിന്നിപ്പം ലേറ്റായിട്ട് എഴുതാറ്റാലും കുഴപ്പമില്ലല്ലോ. ഉടനെയാണെങ്കിൽ ഞാൻ ലേറ്റായിട്ട് കിടക്കും. അപ്പൊ അന്ന് സാറ് നെടുകുന്നത്ത് വന്നാണ് ബസ് കയറുന്നത്. സെന്റ് ആന്റണീസിലൊക്കെയാണ് പോകുന്നത്. BTS പിന്നെ അത് അതിന്റെ പേര് പിന്നെ മാറ്റി. അതേത് റൂട്ടിലുള്ള പിന്നെ കൊളത്തൂർമൂടി എന്ന് വരുന്നത് ഞാൻ ഓർക്കുന്നില്ല. BTS ഉണ്ട്. പിന്നെ ഗ്രേസ് അത് മണിമലയിൽ നിന്ന് വരുന്നുണ്ട്, കൊളത്തൂർമൂഴി എന്ന് വരുന്നുണ്ട്, പിന്നെ മുറമ എന്ന് വരുന്നുണ്ട്. അതായത് ഡേ സ്കോളായിരുന്നു. 7 വർഷം ഡേ സ്കോളായിരുന്നു. ഞാൻ ഹോസ്റ്റലിൽ താമസിച്ചിട്ടില്ല. സാറിന്റെ അല്ല നെടുകുന്നൊക്കെ അറിയാൻ പറഞ്ഞ കോളേജ് പഠിപ്പിച്ചിട്ട് ജോൺ സാറിന്റെ മകനും മരുമകൻ എന്താ പുള്ളിയുടെ പേര് പറഞ്ഞു? ജെയിംസ് സാറിനെ പഠിപ്പിച്ച ജോൺ സാറും ഞാനുമായിട്ട് ബന്ധമുണ്ട്. മരിച്ചുപോയി. ജെയിംസ് സാറും മരിച്ചുപോയി. അതായത് ഇംഗ്ലീഷില് ജോൺ സാറ്, വിജയകൃഷ്ണന്, മറ്റേ AK മാത്യു, പിന്നെ പൊക്കം കുറഞ്ഞിട്ട് മാധവൻ പിള്ള സാറ്, പിന്നെ KJ ഫ്രാൻസിസ് സാറ്, വിജയകൃഷ്ണൻ സാറും KJ ഫ്രാൻസിസ് സാറും കൊണ്ട് കേസ് ഉണ്ടായിരുന്നില്ല ഹെഡ് ഓഫ് ദ ഡിപ്പാർട്ട്മെന്റിനെ പറ്റി. ഷെപ്പേർഡ് സാർ പോയിരുന്നു. പിന്നെ ഏകകൃഷ്ണനും വിജയകൃഷ്ണനും അവർ രണ്ടും മറ്റേ ജെയിംസ് സാറും പിന്നെ പ്രിൻസിപ്പളായ പുള്ളി ഉണ്ടല്ലോ, അല്ലല്ല ടോം. അതൊക്കെ പിന്നെ ഞാൻ പറഞ്ഞ അന്നുണ്ടായിരുന്നത് അവരുടെ പിന്നെ പ്രിൻസിപ്പലിന്റെ കാര്യമല്ല ഞാൻ പറഞ്ഞത്. ഇംഗ്ലീഷ് ഡിപ്പാർട്ട്മെന്റിൽ ഒരു അച്ഛനുണ്ടായിരുന്നല്ലോ, മടത്തിപ്പുറം. ഞാൻ പേരുകൾ അങ്ങോട്ട് പെട്ടെന്ന് ഓർക്കാൻ പാടാം. അപ്പം പിന്നെ ഇവരെല്ലാം എന്നെ പഠിപ്പിച്ച അതിൽ ഈ ചില ഫ്രാൻസിസ് സാറും പഠിപ്പിച്ച മലയാളത്തിലെ പ്രശസ്തരായിട്ടുള്ളവരെല്ലാം പഠിപ്പിച്ചു. അതുകൊണ്ട് NS സെബാസ്റ്റ്യന്, ഇസ്താഖ് സാറ്, മത്തായി സാറ്, പിന്നെ അഞ്ചനാട്ട് സാറ്, മാപ്പിളശ്ശേരി അല്ല അല്ല പുള്ളി അല്ല വേറൊന്നുണ്ട് അല്ലെന്നേ പിന്നെ കുരിശുമുട്ടി എന്ന് വരുന്ന ഒരു സാറുണ്ടായിരുന്നു, മൗലാനാൻ ഹിന്ദിയിലെ ആരെയും പേര് ഓർക്കുന്നുണ്ടോ സാർ? ജോസാറിനെ അറിയാവും. ജോസാറിന്റെ വൈഫിന്റെ കസിൻ. ഓ അത് ശരി. പിന്നെ തൃക്കടുത്താനത്ത് വരുന്നില്ല ഹിന്ദി സാർ ഉണ്ടായിരുന്നല്ലോ, ജോസാർ അല്ലേ? പൊക്കം പുള്ളി അത് വൈഫിന്റെ കസിൻ. ഓ ശരി. അദ്ദേഹത്തിന്റെ ക്ലാസ്സിലായിരുന്നു ഞാൻ ഹിന്ദി പഠിച്ചിട്ടുണ്ട്. മലയാളം അല്ലേ? സിറിയക്കായിരുന്നു. അത് കഴിഞ്ഞ് ഡിഗ്രിക്ക് ഞാൻ മലയാളം എടുത്തു. എൻ്റെ ചേട്ടനും സിറിയക്കായിരുന്നു എടുത്തത്. ഞാൻ മലയാളമായിരുന്നു, എനിക്കത് ഇഷ്ടമില്ലായിരുന്നു സിറിയ. ചേട്ടനെ അറിയാവോ? സ്വർണ്ണമാണോ കൈക്ക് ഒരു കുഴപ്പമുണ്ടായിരുന്നത് തോമസ് സെബാസ്റ്റ്യനെ അറിയാം. രാഷ്ട്രീയത്തിലൊക്കെ ഉണ്ടായിരുന്ന പുള്ളിയാണ്. നല്ല പ്രസംഗിക്കുകയൊക്കെ ചെയ്യാം. യുവദീപ്തിയുടെ അവിടുത്തെ ആളായിരുന്നു. അറിയണം. ജോൺ സെബാസ്റ്റ്യനെ അറിയാമല്ലോ, നമ്മുടെ കുരിശുമുട്ടി പയ്യമ്പള്ളി. ജോൺ സെബാസ്റ്റ്യൻ തേവറുകാട് സാറിന്റെ തൊട്ടടുത്ത് ഉള്ള വീട്ടിൽ പുള്ളിയുടെ അമ്മ RDO ആയിരുന്നു. അങ്ങോട്ട് ഓർമ്മ വരുന്നില്ല, മോഹൻ കണ്ടാലോ DOയും RDOയും ഒക്കെ അറിയാം. ജോൺ സെബാസ്റ്റ്യൻ വഴിയായിട്ടുള്ള എനിക്ക് നിങ്ങളെയൊക്കെ അറിയാം. ജോൺ സെബാസ്റ്റ്യൻ ഞാനും ഭയങ്കര കൂട്ടായിരുന്നു. ഫോട്ടോ എല്ലാം കണ്ടാ അറിയാം. അങ്ങോട്ട് മരിച്ചുപോയി. പുള്ളി സിൻഡിക്കേറ്റ് ബാങ്കിലായിരുന്നു. അതിൽ സ്വന്തമായിട്ട് വോളണ്ടിയർ റിട്ടയർ വേണ്ടി പുള്ളി സ്വന്തം ബിസിനസ്സായിരുന്നു ട്രിവാൻഡ്രത്ത്. അവിടെ വെച്ച് പാട്ടത്തേക്ക് അന്ന് MSc വരെ ഫിസിക്സിൽ സെൻട്രൽ ബിൽഡിംഗിൽ തന്നെയായിരുന്നു അല്ലേ? ആ കെമിസ്ട്രിയും ഫിസിക്സും അത് തന്നെയാണല്ലോ. ആ ലാബും എല്ലാം അവിടെ തന്നെയാണ്. OS സെബാസ്റ്റ്യൻ സാറും അദ്ദേഹത്തിന്റെ ഫാദറും അല്ലേ? മാത്തമാറ്റിക്സ് കുരുവിള സാർ. അതെ. ലാബിന്റെ കാര്യം പറഞ്ഞപ്പോഴാണ് അന്ന്
അവർ ലാബിൽ കയറി വെട്ടും തലയിറങ്ങി വീണതാണ്ടൊക്കെ ഈ സ്കെൽട്ടൻ കണ്ടിട്ട് വീണത് സംഭവം നടന്ന ഓർമ്മയുണ്ട്. അത് വെച്ച് ഞാൻ അന്നൊരു കഥ എഴുതിയതായിരുന്നു. ഇപ്പോഴും എൻ്റെ കയ്യിൽ ഇരിപ്പുണ്ട്, വീട്ടിൽ അവിടെ ബെസ്കീറ്റിൽ ഇരിപ്പുണ്ട്. വെറുതെ കയറിയതല്ല, ഡിഗ്രിക്കാരനായിരുന്നു. മോഷിക്കാൻ വേണ്ടി കയറിയതാ. ആ അതെ, മോഷിക്കുന്ന തമാശ എന്തേലും എടുക്കാം. അതിനെപ്പറ്റി ഇതില്ലേ നമ്മുടെ SP കോളേജ് അലുമിനിയം പറഞ്ഞൊരു അതിന് പോളോ നമ്മുടെ മാറ്റിപ്പോളല്ല, ഒരു പോളല്ല തെക്കിനകത്ത് വർഗീസ് എനിക്കറിയാം. പുള്ളി ന്യൂമൻ ഹോസ്റ്റലായിരുന്നു. പുള്ളി അവരുടെ കൂടെ ഉണ്ടായിരുന്ന ആളായിരുന്നു. ഒരാളെങ്കിലും അവനത് എഴുതിയപ്പോഴാണ് ഞാൻ അതിന് മറുപടി അന്ന് ഞാൻ അതിനോട് അത് കഥ എഴുതിയിട്ടുണ്ട്. ഇപ്പോഴും ഇതിൽ ഇരിപ്പുണ്ടത്. അന്ന് പക്ഷേ നമ്മുടെ യൂണിയന് അല്ല നമ്മുടെ കറിയാസായിരുന്നു അന്ന് ഇതിൻ്റെ ഏതാ സവനീറിൻ്റെ ആള്. പുള്ളിക്ക് കൊടുത്ത് പുള്ളി ചോദ്യമില്ല. അന്ന് 7 വർഷം ആ പ്രൈവറ്റ് ബസ്സിൽ പോകുന്നതിന് അങ്ങനെ വലിയ ബുദ്ധിമുട്ടൊന്നും ഉണ്ടായിട്ടില്ല. അത് എന്തെങ്കിലും നടക്കേണ്ടതായിട്ട് വന്നിട്ടുണ്ടോ? ബുദ്ധിമുട്ടെന്ന് പറഞ്ഞാല് ഈ മത്തി അടുക്കുന്ന പിള്ളേർ 25 പൈസ കൊടുക്കുന്നുണ്ട്. അപ്പൊ അവർക്ക് മുതലാകാൻ വേണ്ടി ആൾക്കാരെ നമുക്ക് കയറി കഴിഞ്ഞാൽ പിന്നെ 3 കോളേജിലെ പിള്ളേർ, NSS കോളേജിലേത്, SBയിലേത്, അസംഷനിലെ 3 കോളേജിലെ പിള്ളേരാണ്. നമുക്ക് അനങ്ങാനും തിരിയാനും പോലും പറ്റില്ല. കയറി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഈ ആദ്യം ചോദിച്ചു മാത്രം ഡിഗ്രിക്കൊക്കെ ചോറ് വെക്കുന്ന ഇത് പുതിയാക്കി. അപ്പൊ ഇരിക്കുന്നവര് ആരെയും നമ്മുടെ പുസ്തകം എന്തെങ്കിലും പിടിക്കും. അങ്ങനെ സാറിന്റെ ചോർമ്പിൽ പോയിട്ടുണ്ടോ? അതിന്റെ അകത്ത് അവിടെ പുതിയ കെട്ടിടത്തിൽ നമ്മളിങ്ങനെ സ്റ്റാൻഡിൽ കൊണ്ട് വെക്കുകയല്ലേ, പോയിട്ടുണ്ടോ? ഫിസിക് ഉണ്ടോ? ഇല്ല, എന്റെ പോയിട്ടില്ല. ചിലരുടെ ഫിസിക് പോയിട്ടുണ്ട്. അയ്യോ കൊള്ളാം. എന്റെ ചോർമ്പ് എടുത്താൽ ഒന്നും കാണുകയല്ലേ. നിങ്ങളൊക്കെ പഠിക്കുമ്പോൾ പുതിയ ലൈബ്രറി ആയിരുന്നു. 71 ജൂബിലി ഇല്ല, ഗോൾഡൻ ഇനോഗ്രേഷൻ ചെയ്തല്ലേ? അന്നേരമാണ്. സാർ അവിടുത്തെ പുസ്തകങ്ങളെല്ലാം വായിച്ചിട്ടുണ്ട് ഓൾമോസ്റ്റ്? അവിടെ ലൈബ്രറിയിൽ പോയിരുന്നു, വായിക്കുമായിരുന്നു. ഞാൻ കുഴപ്പമില്ല, ഞാനവിടെ കയറും. പക്ഷേ പലരുമൊക്കെ ഇങ്ങനെ അടുക്കിയുള്ള പൊക്കിട്ട് സെമി ഫസ്റ്റ് ഗ്രൂപ്പ് അല്ല, സെക്കൻഡ് ഗ്രൂപ്പ് ആയിരുന്നു. ഫസ്റ്റ് അത് കഴിഞ്ഞ് പിന്നെ പൊളിറ്റിക്കൽ. അതെവിടെയായിരുന്നു? നാട്ടകത്ത്. 3 വർഷം ഇലക്ട്രിക്കൽ. അന്ന് ഇലക്ട്രോണിക്സ് പോളിയിലായിട്ടില്ല സബ്ജക്റ്റ്. പക്ഷേ ഇലക്ട്രിക്കലുകാരുടെ ഒരു സബ്ജക്റ്റ് ആയിരുന്നു ഇലക്ട്രോണിക്സ്. പക്ഷേ ആ സമയത്തൊക്കെ നാട്ടകം പോളിയിൽ ഇലക്ട്രോണിക്സ് പഠിപ്പിക്കാൻ തിരുവനന്തപുരത്തെ എഞ്ചിനീയറിംഗ് കോളേജിൽ നിന്ന് വരണം സാറ്. ഇവിടെ ഇല്ല ടീച്ചേഴ്സ്. അപ്പോൾ അത് കാരണം വളരെ ചെറിയ അറിവ് ആ കാലത്ത് ഇലക്ട്രോണിക്സിൽ കിട്ടിയുള്ളൂ. പക്ഷെ പിന്നീട് ജോലിക്കകത്ത് ഒരുപാട് അത് കാരണം ബുദ്ധിമുട്ട് വന്നു. കാരണം ഓൾറെഡി അത് ഇൻഡസ്ട്രിയലൈസ് ആയിക്കഴിഞ്ഞു. ബട്ട് ഞാൻ ഓഫീസിലായിരുന്നു, കയറിയത് തന്നെ ഓഫീസിലോട്ടായിരുന്നു. ഇവൻ ഞങ്ങളുടെ MSCക്ക് പഠിക്കുമ്പോൾ ഞങ്ങളുടെ ഇലക്ട്രോണിക്സ് സ്പെഷ്യൽ സബ്ജക്ട്. അതിലും കമ്പ്യൂട്ടേഴ്സിനെ പറ്റി ലോജിക് സർക്യൂട്ട്സ് എന്ന് പറഞ്ഞ് ചെറുതായിട്ട് അത് മാത്രമേ ഉള്ളായിരുന്നു. ആൻഡ് ലോർ സർക്യൂട്ട്സ്. അതിന്റെ അത് ജസ്റ്റ് ഒരു അത്രേ ഉള്ളൂ. 4001 ഇന്റഗ്രേറ്റഡ് സർക്യൂട്ട്സ് വരുന്ന കാലം മൈക്രോ പ്രോസസർ. അതെ അതെ. പക്ഷേ എനിക്കതിൽ ഭയങ്കര ഇൻട്രസ്റ്റ് ആയിരുന്നു. ഈ CBI കയറിയെങ്കിലും അത് നമ്മൾ ജോലിക്ക് വേണ്ടി അത് പിന്നെ ഒരു ഫീൽഡാണ്. അതിൽ പിന്നെ നമ്മള് ഇങ്ങനെ ഈ സബ്ജക്ട് തന്നെ അന്നേരം ഞങ്ങള് ട്രെയിനിങ് ഫീൽഡിൽ ഞങ്ങളോട് പോലീസ് അക്കാഡമിയുടെ ഡയറക്ടർ ഒരു അഡ്വൈസ് ഞങ്ങൾക്ക്, ഈ പോലീസ് ഉദ്യോഗം പറഞ്ഞാൽ എപ്പോഴും ടെൻഷൻ പിടിച്ച ഒരു സംഗതിയാണ്. ഇൻവെസ്റ്റിഗേഷൻ പല രീതിയിലും എല്ലാ രീതിയിലും നമ്മളെ അറ്റാക്ക് ചെയ്യും. അക്യൂസ് നമ്മളെ അറ്റാക്ക് ചെയ്യും, വക്കീൽമാർ അറ്റാക്ക് ചെയ്യും, കോടതി നമ്മളെ അറ്റാക്ക് ചെയ്യും, നമ്മുടെ ബോസ് നമ്മളെ അറ്റാക്ക് ചെയ്യും. അതിനിടയ്ക്ക് പൊളിറ്റീഷ്യൻസും മറ്റൊക്കെ പൊളിറ്റിക്കൽ ഒത്തിരി വരും. ഞാൻ പിന്നെ കോളേജിൽ പഠിച്ചു കഴിഞ്ഞ SI കോഴ്സിന് അപ്ലൈ ചെയ്തതാണ്. നാട്ടിലെ SI കോഴ്സ്. അപ്പം റിട്ടേൺ ടെസ്റ്റ് എല്ലാം പാസ്സായി. തൃശ്ശൂർ രാമവർമ്മ കോളേജിൽ, അവിടെ രാമവർമ്മ കോളേജ് ഏതാണ് ഒരു അവിടെയായിരുന്നു ഇതിന്റെ ഈ ഫിസിക്കൽ ഗ്രൗണ്ടിനകത്ത് പോയി ഓടുകയും ചാടുകയും വടം വലിക്കുകയും ഇതെല്ലാം ഞാൻ പാസ്സായതാണ്. 50,000 രൂപ അന്ന് കൊടുത്തിരുന്നെങ്കിൽ 50,000 രൂപ അന്നത്തെ റേറ്റ്. CBIയുടെ ഒരു ഗുണമെന്ന് പറഞ്ഞാൽ നമ്മൾ ആർക്കും പൈസ കൊടുക്കാം, അങ്ങനെ ഒരു ഗുണമുണ്ട്. പിന്നെ ഈ ഫിസിക്കൽ ടെസ്റ്റ് അത്രയും റിഗറസ് അല്ല, ഉണ്ട് എന്നാലും റിഗറസ് അല്ല. പിന്നെ ഹൈറ്റിന്റെ ഇതില്ലായിരുന്നു. ഞാൻ സിവിൽ സർവീസ് അന്നത്തെ സിവിൽ സർവീസ് എഴുതി എക്സാം പാസ് ഇന്റർവ്യൂ കഴിഞ്ഞതിന് ശേഷം
എന്നെ സെലക്ട് ചെയ്ത് IPS-ലേക്കാണ്. ഓ ശരി. അപ്പം അന്നേരം മെഡിക്കൽ എക്സാമിനേഷന് എനിക്ക് 1 സെന്റിമീറ്റർ അല്ല 2 സെന്റിമീറ്റർ കുറവാ. കുറവായിരുന്നു. ഞാൻ പിന്നെ ഇതിനെല്ലാം പോയതാ.